നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമി ഇനി വലിയ മിസൈലുകളും ആധുനിക യുദ്ധവിമാനങ്ങളും മാത്രം നിർണ്ണയിക്കുന്ന ഒന്നല്ല. ചെലവ് കുറഞ്ഞ, കാണാൻ പോലും ബുദ്ധിമുട്ടുള്ള അദൃശ്യ ആയുധങ്ങൾ തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ സുരക്ഷാ മതിലുകൾ തന്നെ തുളച്ചു കടക്കാൻ ഈ ചെറിയ ഡ്രോണുകൾക്ക് കഴിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക. 2 വർഷം മുമ്പ് ലെബനനിൽ നടന്ന പേജർ സ്ഫോടനങ്ങൾക്ക് മറുപടി എന്നോണം പുതിയ യുദ്ധതന്ത്രവുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന ഫൈബർ ഓപ്റ്റിക് ക്വാഡ്കോപ്റ്റർ ഡ്രോണുകളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനികർക്ക് ഭീഷണിയാകുന്നത്. സാധാരണ ഡ്രോണുകൾ വയർലെസ് സിഗ്നലുകൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡ്രോണുകൾ ഓപ്പറേറ്ററുമായി നേരിട്ട് ഒരു ഫൈബർ ഓപ്റ്റിക് കേബിൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. റേഡിയോ സിഗ്നലുകൾ ഇല്ലാത്തതിനാൽ ഇസ്രായേലിന്റെ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾക്ക് ഇവയെ തടയാനാകില്ല. ഇലക്ട്രോണിക് സിഗ്നലുകളുടെ അഭാവം മൂലം ഡ്രോണുകൾ എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് കണ്ടെത്തുക അസാധ്യമാണെന്ന് ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഗവേഷകർ തന്നെ പറയുന്നുണ്ട്. ഡ്രോണുകളെ ഓപ്പറേറ്ററുമായി ബന്ധിപ്പിക്കുന്ന കേബിളിന് 15 കിലോമീറ്റർ വരെ നീളമുണ്ടാകാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര നേർത്തതും ഭാരം കുറഞ്ഞതുമാണ് ഈ കേബിളുകൾ. ഓപ്പറേറ്റർക്ക് തത്സമയം കൃത്യമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനം കൃത്യമായി തകർക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ ഈ ഡ്രോണുകളുടെ പ്രഹരശേഷി വ്യക്തമാണ്. ഡ്രോൺ വരുന്നത് ശ്രദ്ധയിൽപ്പെടാത്ത ഇസ്രായേൽ സൈനികർക്കിടയിലേക്കാണ് ഇത് പതിക്കുന്നത്. ആക്രമണത്തിൽ 19 വയസ്സുകാരനായ സർജന്റ് ഇദാൻ ഫൂക്സ് കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ മാറ്റാനെത്തിയ ഹെലികോപ്റ്റർ നേരെയും ഹിസ്ബുള്ള ഡ്രോണുകൾ അയച്ചു. ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ ആദ്യമായി വ്യാപകമായി ഉപയോഗിച്ചത് യുക്രൈനിലെ റഷ്യൻ സൈനികരാണ്. ചൈനയിൽ നിന്നോ ഇറാനിൽ നിന്നോ ലഭിക്കുന്ന ഡ്രോണുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചാണ് ഹിസ്ബുള്ള ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാകുന്നതും എന്നാൽ അതിമാരകവുമായ ഈ ഡ്രോണുകളെ തടയാൻ വലയും മറ്റ് ഭൗതിക തടസ്സങ്ങളും ഏർപ്പെടുത്തി പ്രതിരോധിക്കാൻ IDF ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും ഫലപ്രദമല്ല. സാധാരണ ഡ്രോണുകൾ പോലെ റേഡിയോ സിഗ്നൽ അല്ലെങ്കിൽ GPS നിയന്ത്രണത്തിലല്ല ഈ ഡ്രോണുകൾ പ്രവർത്തിക്കുന്നത്. പകരം വളരെ ചെറുതും കാണാൻ ബുദ്ധിമുട്ടുള്ള ഫൈബർ ഓപ്റ്റിക് വയറുകളിലൂടെ നേരിട്ട് നിയന്ത്രിക്കപ്പെടുന്നതിനാൽ ഇലക്ട്രോണിക് ജാമിംഗ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഇസ്രായേൽ വർഷങ്ങളായി വികസിപ്പിച്ച ഹൈടെക് ഡിഫൻസ് സിസ്റ്റങ്ങൾ പോലും ഈ ലോ കോസ്റ്റ് ആയുധങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ നിസ്സഹായരാകും. ഇതൊരു സാങ്കേതിക മാറ്റം മാത്രമല്ല, യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഏകദേശം $300 അല്ലെങ്കിൽ $400 മാത്രം ചിലവുള്ള ഈ ഡ്രോണുകൾ വളരെ കുറഞ്ഞ ഉയരത്തിൽ വേഗത്തിൽ പറന്ന് ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്നവയാണ്. ചില ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഇപ്പോൾ ഈ പുതിയ ഭീഷണിയെ നേരിടാൻ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുകയാണ്. റോഡുകൾക്ക് മുകളിൽ നെറ്റുകൾ സ്ഥാപിക്കുക, വാഹനങ്ങൾക്ക് സംരക്ഷണ കേജുകൾ ഒരുക്കുക, സൈനികർക്ക് പുതിയ പ്രതിരോധ ഉപകരണങ്ങൾ നൽകുക തുടങ്ങിയ താൽക്കാലിക നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പ്രശ്നത്തിന് സമഗ്രമായ സാങ്കേതിക പരിഹാരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ വികസനം അസിമെട്രിക് വാർഫെയർ എന്ന ആശയം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. വലിയ ചെലവിൽ വലിയ സാങ്കേതിക ശക്തികളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന സാഹചര്യം ഇതിലൂടെ രൂപപ്പെടുന്നു. ഇത് ഭാവിയിലെ യുദ്ധങ്ങൾക്ക് എങ്ങനെ മാറുമെന്നതിനെ കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളും ഉയർത്തുന്നു. ഫൈബർ ഓപ്റ്റിക് ഡ്രോണുകൾ ഒരു സാധാരണ ആയുധ വികസനം മാത്രമല്ല, ഇത് യുദ്ധത്തിന്റെ നിയമങ്ങൾ തന്നെ മാറ്റുന്ന ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാണ്. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ ആരംഭിച്ച ഈ സാങ്കേതിക മാറ്റം അടുത്ത കാലത്ത് ലോകത്തിന്റെ വിവിധ യുദ്ധഭൂമികളിലും വ്യാപിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ കുറഞ്ഞ ചിലവിൽ വലിയ നാശം സൃഷ്ടിക്കുന്ന ഈ പുതിയ ആയുധം ലോക സുരക്ഷയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി മാറുകയാണ്.